നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അതികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരി വള്ളി തളിർത്ത് പൂവിടുകയും മാതള നാരകം പൂക്കുകയും ചെയ്തു നോക്കാം. പിന്നെ സൺഡേ അല്ലേ, പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങള് വീട്ടിലെ പോലെ നല്ല അപ്പവും ഇഷ്ടവും എന്തെങ്കിലുമൊക്കെ ഞങ്ങൾ ഉണ്ടാക്കാറുണ്ട്. പിന്നെ ഞങ്ങൾ ഇപ്പോൾ ഇഷ്ടമായിട്ട് ഉണ്ടാക്കുന്നത്, ഇന്ന് നമുക്ക് സാധാരണ ഇവിടെ ബീഫ് കിട്ടാറുണ്ട്, പക്ഷേ നാട്ടിലത്തെ അത്രയും ഒരു ടേസ്റ്റും കിട്ടാറില്ല. അപ്പോൾ ഞാൻ മോസ്റ്റ്ലി ചിക്കനാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നല്ല ഈ ഏലക്കയും പിന്നെ കുറച്ച് സ്പൈസൊക്കെ ഇട്ടിട്ട് നല്ല കുരുമുളക് പൊടിയൊക്കെ ഇട്ട് നല്ല ഇഷ്ടം ഉണ്ടാക്കാൻ നോക്ക്. നല്ല വെജിറ്റബിൾസൊക്കെ ഇട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കണം. നല്ല തേങ്ങാപ്പാൽ വെച്ചിട്ടുണ്ട്, നല്ല മണം വരുന്നുണ്ട്. ഇപ്പോൾ ഈ നമ്മുടെ ഇന്ത്യൻ അല്ലെങ്കിൽ കേരളത്തിലുള്ള ഫുഡുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇവിടെയുള്ള ഫോറിനേഴ്സൊക്കെ ഭയങ്കര സ്മെല്ലാന്നൊക്കെ പറഞ്ഞ് ടേസ്റ്റിയാന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നല്ല നല്ല കുറുകിയ തേങ്ങാപ്പാൽ ഒഴിച്ച് നല്ല ഒന്നാം പാൽ ഒഴിച്ച് അടച്ചു വെച്ചു. നല്ല മണം വന്നപ്പോൾ തന്നെ വൈഫ് ഓടി വന്ന് തുറന്ന് അതിളക്കി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അതെ, പിന്നെന്താ പറയുന്നത്, സൂപ്പറാന്ന് പറയുന്നത്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് അപ്പച്ചട്ടി ആട്ടോ, റിങ്ങും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കാരണം വെച്ചാൽ ഇവിടുത്തെ സ്റ്റൗവൊക്കെ ഇലക്ട്രിക് ആയതുകൊണ്ട് നമുക്ക് ഈ അപ്പച്ചട്ടി വെച്ച് ഉണ്ടാക്കാൻ പാടും. ഇതുപോലെ റിങ് ഒരെണ്ണം വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നല്ല നുറുങ്ങിയ അപ്പവും ചിക്കൻ കറി ആയപ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്തു, രണ്ടപ്പം എടുത്ത് കഴിക്കാനുള്ള ശ്രമിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇതുപോലെ ശ്രമിക്കുക. എന്തെങ്കിലും റെസിപ്പി വേണമെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി, പറഞ്ഞുതരാം കേട്ടോ. ബൈ.